ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് ഹെയർ കെയർ റൂട്ടീനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ എപ്പോഴും ഷാംപൂ ചെയ്താൽ എപ്പോഴും നൈറ്റ് ഹെയർ കെയർ ചെയ്യാറുണ്ട്. അതായത് ആദ്യം ഒരു പല്ലകലമുള്ള ചീപ്പ് എടുത്ത് വെച്ചിട്ട് എല്ലാമേ മുടി ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ചിക്ക് വിടർത്തും. അതായത് താഴെ തൊട്ടിട്ട് ഇങ്ങനെ എൻഡ്സ് തൊട്ടിട്ടാണ് ഞാൻ മെല്ലെ കെട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. പതുക്കെ ഒന്ന് കെട്ട് ജടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കെട്ടൊന്ന് കെട്ടിക്കൊടുക്കാറുണ്ട്. ഫുള്ള് ഇത് മുടിയിൽ ഒറ്റ ജട ആവട്ടെ ചിക്കാവട്ടെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് മുടി ഒന്ന് ആരോഗ്യത്തോടെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ജട എല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇനിയൊരു ചീർപ്പെടുത്ത് വെറുതെ ഒന്ന് ചീന്തി കൊടുക്കാവുന്നതാണ്. ഒരുപാട് പ്രാവശ്യം ചീന്തുന്നതിലൂടെ തന്നെ മുടി ഇഴകളൊക്കെ നന്നായി ഭംഗിയാവും, സോഫ്റ്റായിട്ടും ഇരിക്കും. ഒരുപാടൊന്നും ഹാർഷായിട്ട് ചീന്താൻ പാടുള്ളതല്ല. മെല്ലെ നമുക്കറിയാലോ, ചിക്കെടുക്കുമ്പോൾ പതിയെ ഇങ്ങനെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വേണം ജടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ലൈറ്റായി ചീവിട്ട് ഇങ്ങനെ ചെവി ഭാഗത്ത് ചീന്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിഡ് ലെങ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നോക്കൂ, കാണിച്ചു തരാം. ഇതാ പല്ല് കുറച്ച് അകലമുള്ള ഒരു ചീർപ്പെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ജട. ഞങ്ങൾ എത്ര ജട കളഞ്ഞാലും കുറച്ചൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാത്രി നേരത്ത് ഉറങ്ങുന്ന സമയത്തൊന്നും ജട ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് മുടിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ജട ഇല്ലാണ്ട് തന്നെ നമ്മൾ മുടി സംരക്ഷണം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഞാൻ ഒന്ന് ഇനിയൊരു റൗണ്ടും ഇങ്ങനെ ഞാൻ ചീവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആവണക്കെണ്ണ ഉപയോഗിക്കാം, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ ബാൻഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്ലൈറ്റായിട്ട് ഒന്ന് 2-3 തുള്ളി മാത്രം മതിയാവും. ഇങ്ങനെ 2 തുള്ളി ഇങ്ങനെ വിരലുകൊണ്ട് കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം.
നിങ്ങൾക്ക് ബാക്കിലോട്ടും ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഇഴകൾ ഉണ്ടല്ലോ ഇവിടെ മിഡ് ലെങ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മെല്ലെ തടവുക എന്ന് നല്ലതാണ്. അപ്പോൾ ഇനി ഒത്തിരി എടുക്കുന്നുണ്ട്, ഞാൻ ഒരു 2-3 തുള്ളി കൂടി എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻഡ്സ്, അതായത് മുടിയുടെ തുമ്പെന്ന് പറയുമല്ലോ, എത്രയൊക്കെ കെയർ എടുത്താലും കുറച്ച് റഫ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കൈ കൊണ്ട് ഞങ്ങൾ ജട എടുക്കില്ല, അങ്ങനെ തന്നെ എണ്ണയും തടവി കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒന്ന് സോഫ്റ്റ് ആവാനും ഇത് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ എപ്പോഴും എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈ കറ്റാർവാഴ ജെല്ലും തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നൈറ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫേസിലും തടവാവുന്നതാണ്. അപ്പോൾ ഫേസ് ഒന്ന് ഗ്ലോയിങ് ആയിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ ചീവി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല്ല് അകലെയുള്ള ചീർപ്പും കൂടി വെച്ചിട്ട് പിന്നെ ഒരു റൗണ്ട് ഇങ്ങനെ ചീവാവുന്നതാണ്. ഇങ്ങനെ ചെവി ഭാഗത്തിൽ ഇങ്ങനെ ചീവുമ്പോൾ ഒന്നും അത് മുന്നോട്ട് വരരുത് മുടി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ജട പിന്നാവുന്നതാണ്. ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് നമുക്കൊന്ന് എടുക്കാവുന്നതാണ് കേട്ടോ മുടി. ഇങ്ങനെ തുമ്പ് വരെയും ഒന്ന് പിന്നി കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ബാൻഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നിൽക്കും ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു നൈറ്റ് ഹെയർ കെയർ റുട്ടീന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.